റൂഫ്മാൻ, ഡെറിക് സീൻ ഫ്രാൻസ് സംവിധാനം ചെയ്ത് ചേനിങ് ടേറ്റം, കിർസ്റ്റൻ ഡൺസ്റ്റ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ ഇംഗ്ലീഷ് കോമഡി ക്രൈം ഡ്രാമ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ജെഫ്രി മാഞ്ചസ്റ്റർ എന്ന ഒരു എക്സ് ആർമി ഉദ്യോഗസ്ഥൻ, പുള്ളി ഭാര്യയുമായിട്ടൊക്കെ ഡിവോഴ്സ് ആയിട്ടിരിക്കുകയാണ്. കയ്യിൽ നയാ പൈസയില്ല, മകൾക്ക് ബർത്ത്ഡേ പ്രസന്റ് വാങ്ങിക്കൊടുക്കാൻ പോലുമുള്ള കാശ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി ചില ക്രൈമുകളിൽ ചെന്നപ്പെടുന്നു, പിടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. പിന്നെ അങ്ങോട്ട് ജെഫ്രിയുടെ ജീവിതത്തിലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ പടം പറയുന്നത്. ഒറ്റ വാക്കിൽ നല്ല അടിപൊളി പടം, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഒരു അഡ്വഞ്ചറസ്, അതേസമയം ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡ് എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയാണ്. പടത്തിന്റെ കഥ നല്ലതാണ്, അഭിനയിച്ചവരുടെയൊക്കെ പെർഫോമൻസ് മികച്ചതാണ്, സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ കണക്ഷനും ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ജീവിച്ചിരുന്ന ഒരാളുടെ കഥയാണ്. ഇതാണ് കക്ഷി. ഇത് പുള്ളിയുടെ അന്നത്തെ ഗേൾ ഫ്രണ്ട് ആണ്. ശരിക്കുള്ള ആ മനുഷ്യൻ കാണിച്ചു കൂട്ടിയ സാഹസം ഒന്നുമല്ല. സോ ത്രില്ലിംഗ് ആണ്, അതേസമയം എൻഗേജിങ് ആണ്, മനോഹരമായിട്ടുള്ള ക്ലൈമാക്സും ആണ് സിനിമയ്ക്കുള്ളത്. ഒരു ക്രിമിനൽ ആണെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് പുള്ളി പിടിക്കപ്പെടരുത് എന്നൊക്കെ നമ്മുടെ ഒരു സൈഡിൽ മനസ്സിങ്ങനെ പറഞ്ഞു പോകും. സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പടത്തിനുള്ളത്. ചേനിങ് ടേറ്റത്തിന് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കരിയറിൽ ഒരുപാട് പ്രകടനത്തിന് സാധ്യതയുള്ള പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അധികം അങ്ങനെ ചെയ്തിട്ടില്ല, കുറവാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിൽ ഒരുപാട് പെർഫോമൻസിന് സ്കോപ്പുള്ള ഒരു കിടിലൻ റോളായിരുന്നു. അത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ പുള്ളി അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു വശം ക്രിമിനലും മറ്റൊരു വശം ഭയങ്കര കരുണയും ഉള്ളതുമായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ കള്ളനാണെങ്കിലും സ്നേഹത്തിന് മുമ്പിൽ ദുർബലനായി പോയ ഒരു മനുഷ്യൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. റിയൽ ലൈഫിലും അയാളുടെ ഗേൾ ഫ്രണ്ടിന് അയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. മറ്റേ വെട്ടത്തിലെ നായിക പറയില്ലേ, ആ ഒരു ലൈനാണ്. നായിക ലീ ആയിട്ട് വരുന്നത് കിർസ്റ്റൻ ഡൺസ്റ്റ് ആണ്. പതിവ് പോലെ ഗംഭീര പ്രകടനമാണ് പുള്ളിക്കാരുടേത്. പ്രത്യേകിച്ച് ഇമോഷണൽ പോർഷൻസ് ഒക്കെ നല്ല കിടുവായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ക്ലൈമാക്സിൽ ഒരു സീനിൽ പുള്ളിക്കാരി ചുമ്മാ പൊളിയായിരുന്നു. രണ്ടുപേരും പൊളിയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രിയും അടിപൊളിയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഇതിനകത്തെ ലവ് പോർഷൻസ്, ഇമോഷണൽ പോർഷൻസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പീറ്റർ ഡീംഗ്ലജ് ആണ് ഇതിൽ മറ്റൊരു മെയിൻ ക്യാരക്ടർ, സ്റ്റോർ മാനേജറായിട്ട്. ഒരു രസകരമായിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു വെറുപ്പിക്കുന്ന ഒരു റോളിലാണ് വന്നിട്ടുള്ളത്. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. ടെക്നിക്കൽ സൈഡിൽ ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക് ഒക്കെ ഡീസന്റ് ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വിഷ്വൽസ് ആൻഡ് സൗണ്ട് ഒക്കെയാണ്. അങ്ങനെ എടുത്തു പറയാനായിട്ടൊന്നുമില്ല. പടം തുടങ്ങി ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കുറച്ച് സ്ലോ ആണോ നിന്നാകാനായിട്ട്. അപ്പൊ മാത്രമല്ല, മൊത്തത്തിൽ പടത്തിന് ഒരു പതിഞ്ഞ താളമുണ്ട്. സോ സ്ലോ പേസ് ആയതുകൊണ്ട് ചിലർക്ക് ചിലപ്പോൾ കുറച്ച് മുഷിപ്പൊക്കെ ഫീൽ ചെയ്തേക്കാം. പിന്നെ കുറച്ചുകൂടി ഒന്ന് ഫാസ്റ്റ് ആക്കുമായിരുന്നെങ്കിൽ പടത്തിന്റെ ലെങ്ത്തും അല്പം കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നുന്നു. മൊത്തത്തിൽ ഒരു നൈസ് പടമാണ്. ഒരു അഡ്വഞ്ചറസ് ആൻഡ് ഫീൽ ഗുഡ്, അതേസമയം അല്പം ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥയാണ്, ത്രില്ലിംഗും ആണ്. അങ്ങനെയുള്ള പടങ്ങൾ താല്പര്യമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. അടുത്ത വർഷം മിക്കവാറും കുറച്ച് അവാർഡുകളൊക്കെ പടത്തിന് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഇതൊരു അവാർഡ് പടം എന്ന രീതിയിൽ കാണണ്ട. കുറച്ച് സ്ലോ ആണെങ്കിലും നല്ല എൻഗേജിങ്ങും ഞാൻ പറഞ്ഞ പോലെ ത്രില്ലിംഗും ഒക്കെയാണ്. സോ മൊത്തത്തിൽ രസമുള്ളൊരു പടമാണ്. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. പടം ഇപ്പോൾ തിയേറ്ററുകളിൽ റിലീസായിട്ട് ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ പതിവ് പോലെ ഇന്ത്യയിൽ മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും ഇപ്പോൾ ലഭ്യമല്ല. പക്ഷെ നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണാൻ പറ്റും. 2 മണിക്കൂർ 5 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ആണ്. ചെറിയ രീതിയിലുള്ള ന്യൂഡിറ്റി, സെക്ഷുവൽ സീൻസ് ആൻഡ് ലാംഗ്വേജ് ഒക്കെ പടത്തിലുണ്ട്, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.